ഹരിയാനക്കാരി ജ്യോതി മൽഹോത്ര ചാരവൃത്തി ചെയ്തതിന് ഇപ്പം പോലീസ് കസ്റ്റഡിയിലാണ്. അവരെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. കേരളത്തിൽ അവർ ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. 2025 ജനുവരിയിൽ കേരളം മുഴുവൻ അവർ ഓടി നടന്ന് സഞ്ചരിച്ച് കേരളത്തിലെ കാഴ്ചകളും പുരാതനമായ സ്ഥലങ്ങളും ഇമ്പോർട്ടൻ്റായ സ്ഥലങ്ങളെല്ലാം അവരുടെ ക്യാമറയിൽ പകർത്തി അവർ കൊണ്ടുപോയി. എന്തുദ്ദേശത്തിലാണ് ഈ സ്ഥലങ്ങളൊക്കെ അവർ പകർത്തിയെന്ന് നമുക്കറിയില്ല. പക്ഷേ മറ്റൊരു രാജ്യത്തിന് ഇന്ത്യയെ വിറ്റു എന്നാണ് ഇപ്പം പറയുന്നത്. അവർ ഒരാഴ്ചയോളം കേരളത്തിൽ താമസിച്ച സമയം മട്ടാഞ്ചേരിയിൽ അവർ പോയി. പുരാതനമായ മട്ടാഞ്ചേരിയിലെ ആ സ്ഥലങ്ങളെല്ലാം ഒപ്പിയെടുത്തവർ. അതുപോലെ തന്നെ കൊച്ചിയിൽ അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ചു. ആ ഹോട്ടലിൽ താമസിച്ചത് പണം കൊടുത്തതിന് ഏത് അക്കൗണ്ട് വഴിയാണ് പോയത്? അവർ നിരവധി അക്കൗണ്ടുകൾ അവർക്കുണ്ട്. പക്ഷേ കൊച്ചിയിൽ വന്നപ്പം ഏത് അക്കൗണ്ടിൽ കൂടെയാണ് ഹോട്ടലിൽ താമസിച്ച പണം കൊടുത്തത് എന്നുള്ള കാര്യം കേരള പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. അത് തന്നെയല്ല, കണ്ണൂർ ഇവർ സഞ്ചരിച്ചിട്ട് തെയ്യം, വളരെ പ്രശസ്തമായ തെയ്യമാണ്. ആ തെയ്യത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇവരുടെ സോഷ്യൽ മീഡിയയിൽ അത് ഒപ്പിയെടുത്ത് അവർ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോഴാണ് അവർ തെയ്യത്തിൻ്റെ സ്ഥലത്ത് കൊണ്ട് എന്ന് മനസ്സിലായത്. ജ്യോതി മൽഹോത്ര തെയ്യത്തിൻ്റെ വിവരം അവരുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ അവിടെ വന്നുവെന്ന് ഉറപ്പായി. കാശിപുരം പുരാതന ക്ഷേത്രമാണ്, വനശാസ്ത്ര ക്ഷേത്രം. അത് മുഴുവൻ അവിടുത്തെ തെയ്യം ഉൾപ്പെടെയുള്ള ക്ഷേത്രവും പുരാതന ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അവർ ഒപ്പിയെടുത്തുകൊണ്ട് പോയി. അപ്പോൾ മട്ടാഞ്ചേരിയിലും അതുപോലെ മട്ടാഞ്ചേരിയിലെ നിരവധി പുരാതന ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങൾ അതെല്ലാം അവർ ഒപ്പിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് വിവരങ്ങൾ കേരള പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. ആലക്കാട് കാശി വനശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ വിവിധ രീതിയിലുള്ള പിക്ചറുകൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവച്ചിട്ടുണ്ട്. കോളത്ത് അവർ വന്നിരുന്നു. കോളത്ത് ITDC ഹോട്ടൽ, വിഴിഞ്ഞം ടൂറിസ്റ്റ് സെൻറ്ററുകൾ, നമ്മുടെ വിഴിഞ്ഞത്തെ ആ പുതിയ കപ്പലിൻ്റെ വരവും പോക്കുമൊക്കെ അവർ ചിത്രീകരിച്ചിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് ഉണ്ട് നമുക്കവിടെ. അതുപോലെ വർക്കലയിൽ ഇവർ പോയിരുന്നു. വർക്കല, പാപനാശം, കടപ്പുറം, അവിടെയൊക്കെ ടൂറിസ്റ്റ് വളരെ പ്രസിദ്ധമായ വർക്കല ആ ടൂറിസ്റ്റ് സെൻറ്ററുകളെല്ലാം ഇവർ സഞ്ചരിച്ചിരിക്കുന്നു. അതുപോലെ കുമരകത്ത് പോയി അവർ അവിടുത്തെ ക്ഷേത്രം, അവിടുത്തെ കായൽ, കോട്ടയം എവിടെ താമസിച്ച കുമരകം ഹോട്ടലിലാണ്, ITDC ഹോട്ടലിൽ തന്നെ അവർ താമസിച്ചിരിക്കുന്നു. അതിൻ്റെ ചിലവുകൾ ഒക്കെ അവർ ഓൺലൈനിൽ പേ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ വിവരങ്ങളൊക്കെ ഏത് അക്കൗണ്ടിൽ കൂടെ പോയി, കേരളത്തിൽ ഇവർ സഞ്ചരിച്ച സ്ഥലങ്ങളും അവർ ചിലവാക്കിയ പണങ്ങളും ഏതെങ്കിലും ബാങ്കിലെ ട്രാൻസാക്ഷനുകളെല്ലാം ഇപ്പം അവർ റെക്കോർഡ് ചെയ്തതെല്ലാം വിവരങ്ങളും കേരള പോലീസ് ഇപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ എന്തായിരുന്നു അവരുടെ സന്ദർഭത്തിൻ്റെ ഉദ്ദേശം, എന്തിനവരിവിടെ വന്നു? അവർ സോഷ്യൽ മീഡിയയിൽ ഈ കേരള ടൂറിസത്തിൽ വളരെ അധികം അഡ്വാൻസ്ഡായ ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് നല്ല ഉദ്ദേശത്തോടെയാണോ അവരിതെല്ലാം പകർത്തി അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടത്? പക്ഷേ അത് ഇൻ്റർനാഷണലായിട്ട് പോയി. അവരെ ഈ പ്രവൃത്തിയിൽ സംശയം വരാനുള്ള പ്രത്യേക കാരണം അവർ 7-8 പ്രാവശ്യം പാകിസ്ഥാനിൽ പോയിരിക്കുന്നു. ഒരു സമയത്ത് അവരെ പാകിസ്ഥാനിലെ അവരുടെ പോലീസിൻ്റെ എസ്കോർട്ടോടുകൂടി അവർ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ നീക്കം പാകിസ്ഥാനിലെ അവിടുത്തെ പട്ടാള അല്ലെങ്കിൽ മേധാവികളുമായിട്ടൊക്കെ ഇവർ അടുപ്പം കാണിച്ചിരിക്കുന്നു. അതിനുള്ള പിക്ചറുകളൊക്കെ വന്നിരിക്കുന്നു. അതുതന്നെയല്ല, പട്ടാള മേധാവി ഒരാളുമായിട്ട് ഇവർ ബാലിദ്വീപിലും ഒക്കെ പോയതായിട്ടുള്ള പിക്ചറുകളും പുറത്തേക്ക് വരുന്നു. സിലോണിൽ പോയിട്ടുണ്ട്. അതുപോലെ ചൈനയിൽ ഇവർ വളരെയധികം പ്രാവശ്യം സഞ്ചരിച്ചിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. എന്തുദ്ദേശത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പോയി? ആ രാജ്യത്തെയുള്ള ആ പുരാതന സ്ഥലങ്ങളോ പ്രസിദ്ധമായ ടൂറിസ്റ്റ് സെൻ്ററുകളൊക്കെ അവിടുത്തെ പിക്ചർ എടുത്തോളൂ. പക്ഷേ അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥരുമായിട്ട് അവരുടെ എസ്കോർട്ടിലൂടെ ഇയാൾ പോകുന്നത് എങ്ങനെ? അവിടെയാണ് സംശയം വരുന്നത്. അതുപോലെ ചൈനയിലും അവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യൽസുമായിട്ട് ഇവരെന്തിനു നീങ്ങുന്നു? വിവരങ്ങളെല്ലാം കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യയുടെ കണ്ടെത്തൽ. അതുതന്നെയല്ല, ഇന്തോനേഷ്യയിലെ ചില സ്ഥലങ്ങളിൽ അവർ പോയപ്പം പാകിസ്ഥാനിലെ അവിടുത്തെ ഇൻ്റലിജൻസിലെ ഒരു ഉദ്യോഗസ്ഥൻ അവരുടെ ഒപ്പം സഞ്ചരിച്ചു ഇരുന്നു എന്നിവിടെ വാർത്തകൾ വരുന്നുണ്ട്. കേരളത്തിലെ എവിടൊക്കെ സ്ഥലങ്ങളിൽ ഇവർ
സഞ്ചരിച്ചു, ഏതൊക്കെ ഫോട്ടോകൾ എടുത്തു, ഏതൊക്കെ സ്ഥലത്ത് താമസിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ കേരള പോലീസ് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.